Tendulkar ducks under the delivery. It strikes his shoulder. A loud appeal, and he's given out. Yes, out. ഗ്ലെൻ മഗ്രാത്ത് എറിഞ്ഞ അഞ്ചാമത്തെ ബോളിൽ ബൗൺസർ പ്രതീക്ഷിച്ച് ഒഴിഞ്ഞു മാറാനായി കുനിഞ്ഞ സച്ചിന്റെ തോളിലാണ് ആ ബോൾ പതിച്ചത്. അമ്പയർ ഡാരൽ ഹാർപ്പർ യാതൊരു അർത്ഥശങ്കയും കൂടാതെ ഔട്ട് വിധിച്ചു. വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന ഗവാസ്കർ ഉൾപ്പെടെയുള്ളവർ തീരുമാനത്തെ നിശ്ചിതമായി വിമർശിച്ചു. കാലിൽ തട്ടാതെ തോളിൽ തട്ടി വിധിച്ചതായിരുന്നില്ല ആ വിവാദം. അതൊരു വിവാദ വിഷയമേ ആയിരുന്നില്ല. ആ ബോൾ സ്റ്റംപിന് മുകളിലൂടെ പോവുമായിരുന്നു എന്നതാണ് പ്രധാന വാദവും വിവാദവും. സുനിൽ ഗവാസ്കർ പരിഹാസത്തോടെ പറഞ്ഞത് ആ ബോൾ സ്റ്റംപിൽ കൊള്ളുമായിരുന്നു എന്നും പക്ഷേ സ്റ്റംപിന് 6 ഇഞ്ച് ഉയരം കൂടെ വേണമായിരുന്നു എന്നുമാണ്. അക്കാലത്ത് ബോൾ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഫ്രണ്ട് വ്യൂവിൽ അത് ഔട്ട് കൊടുക്കാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ആ ബോൾ പ്രതീക്ഷിച്ച അത്രയും ബൗൺസ് ചെയ്തില്ല എങ്കിലും സ്റ്റംപിന് മുകളിലൂടെ പോകാനുള്ള ബൗൺസ് അതിനുണ്ടായിരുന്നു എന്ന വാദത്തിന് കഴമ്പുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അവിടെയാണ് പിന്നീട് ചാനൽ 9 പുറത്തുവിട്ട സൈഡ് വ്യൂവിൽ ഒരുപക്ഷെ ബോൾ സ്റ്റംപിൽ തട്ടിയേക്കാമായിരുന്നു എന്ന് 50-50 ചാൻസ് ഉള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ബോൾ ട്രാക്കിംഗ് ഇല്ലാത്തതിനാൽ അത് തീർച്ചയായും സംശയത്തിന്റെ ആനുകൂല്യം ബാറ്ററിക്ക് ലഭിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിലും സച്ചിന് അത് ലഭിച്ചില്ല. അത്ര കോൺഫിഡന്റ് ആയി ഹാർപ്പർ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്തായിരിക്കും കാരണം? കുത്തി ഉയർന്ന പന്ത് സച്ചിന്റെ തോളിൽ തട്ടിയ ശേഷം താഴേക്കാണ് പതിച്ചത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ഈ ബോളിന്റെ പാതയെപ്പറ്റി ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നേരെയുള്ള വ്യൂവിൽ ഹാർപ്പർക്ക് ഉണ്ടാക്കി എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഈ തീരുമാനത്തെക്കുറിച്ച് ഇന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്, വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഹാർപ്പർ ഇന്നും താനെടുത്ത തീരുമാനത്തിൽ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഫാൻസിനോട് പറയാനുള്ളത് 2020 ഏഷ്യാനെറ്റ് ബൈറ്റബിൾസിന് അദ്ദേഹം നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി. എന്നെ വിശ്വസിക്കൂ, ഞാനെടുത്ത ആ തീരുമാനം ശരിയായിരുന്നു. ആ ബോൾ ഓഫ് സ്റ്റംപിന്റെ മുകളിലെ 5 സെന്റിമീറ്റർ ഭാഗത്ത് പതിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സച്ചിൻ എങ്ങനെ ഒരു പാഠപുസ്തകമാകുന്നു, എങ്ങനെ ഒരു റോൾ മോഡൽ ആവുന്നു എന്ന് വിളിച്ചോതുന്ന ചില വസ്തുതകൾ. പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നും അവയോട് എങ്ങനെ പ്രതികരിക്കണമെന്നും സച്ചിൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കാണിച്ചു തരുന്ന ചില ഉദാഹരണങ്ങൾ. സച്ചിൻ നേരിട്ടിരുന്ന വേട്ടയാടലുകൾ എത്രത്തോളമാണ് എന്ന് വിളിച്ചോതുന്ന ചില സംഭവ സാമ്പിളുകൾ. ഇതേ ടെസ്റ്റിൽ ആരും ചർച്ച ചെയ്യപ്പെടാതെ ഈ വിവാദത്തിൽ മുങ്ങിപ്പോയ ഒരു മറ്റു പ്രധാനപ്പെട്ട സംഭവം. ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്.